സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അനഗംസാണ് മക്കളെ. എല്ലാവരും അടിപൊളിയായിട്ടും സെറ്റായിട്ടും പവറായിട്ട് ഇരിക്കല്ലേ. അപ്പൊ നമ്മുടെ എക്സാംസ് ഒക്കെ ഇങ്ങ് അടുക്കാനായി. നമ്മുടെ പബ്ലിക് എക്സാം ഇതൊക്കെ വന്നല്ലേ. സോ മോഡൽ എക്സാം കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമുക്ക് പബ്ലിക് എക്സാം വരാൻ പോവുകയാണ്. മോഡൽ എക്സാമിന് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പൊ എല്ലാവരും പഠിത്തത്തിന്റെ ആ ഒരു ചൂടിലായിരിക്കും അല്ലേ. അപ്പൊ മിസ് ഇന്ന് വന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പൊളിറ്റിക്സിൽ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പൊ എല്ലാവരും പഠിച്ചു കഴിഞ്ഞതാന്ന് മിസ്സിന് അറിയാം. അപ്പൊ ഇതൊരു റിവിഷൻ ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കാണുക. ഇത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. അത് വിചാരിച്ച് ബാക്കി ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. പക്ഷെ ഇവിടെ കുറച്ച് എന്ത് ചെയ്യണം, കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ മക്കളെ ഫസ്റ്റ് ചോദ്യം നമ്മൾ വരുന്നത് ഈ ഒരു FPTP സിസ്റ്റവും PR സിസ്റ്റവും എല്ലാ വർഷവും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഇന്ത്യ ഫോളോ ചെയ്യുന്ന നമുക്ക് രണ്ട് ഇലക്ഷൻ മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് FPTP സിസ്റ്റം, ഒന്ന് PR സിസ്റ്റം ആണ്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസുകളായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറയും. പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യ FPTP സിസ്റ്റം ചൂസ് ചെയ്തത്, അങ്ങനെ പല രീതികളിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പാറ്റേണുകളൊക്കെ മാറിയ സ്ഥിതിക്ക് ഇപ്പം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാതെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചോദിക്കും. നമ്മുടെ രാജ്യസഭയിൽ ഏത് ഇലക്ഷൻ മെത്തേഡ് ആണ് നടക്കുന്നത്, ആ ഇലക്ഷൻ മെത്തേഡിനെ കുറിച്ച് ഒന്ന് ബ്രീഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ചോദിക്കും. അപ്പൊ നമുക്കറിയാം രാജ്യസഭയിൽ ഏത് ഇലക്ഷൻ മെത്തേഡ് ആണ് നടക്കുന്നത്, PR സിസ്റ്റം ആണ് നടക്കുന്നത്. രാജ്യസഭയിൽ ഏതാണ്, PR സിസ്റ്റം ആണ് നടക്കുന്നത്. നമുക്ക് അറിഞ്ഞാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ മക്കളെ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, രാജ്യസഭയിൽ PR സിസ്റ്റത്തിലൂടെയാണ് ഇലക്ഷൻ നടക്കുക. അപ്പൊ അതേ രീതിയിൽ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ചോദിക്കും. ലോകസഭയിൽ ഏത് രീതിയിലാണ് ഇലക്ഷൻ നടക്കുന്നത്, ആ ഇലക്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ നമുക്കറിയാം FPTP സിസ്റ്റം ആണ്. അപ്പൊ ഇത് രണ്ടും പഠിച്ചാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ കേട്ടോ. അപ്പം കൃത്യമായിട്ടൊരു കാര്യം പഠിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാതെ ഇൻഡയറക്റ്റ് ആയിട്ട് വരും എന്നുള്ള കാര്യം മനസ്സിലാക്കി നിങ്ങൾ പഠിക്കണം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ FPTP സിസ്റ്റത്തിനെ കുറിച്ച് ആദ്യം മിസ് പറഞ്ഞു തരാം. അപ്പൊ ഈ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇന്ത്യ FPTP സിസ്റ്റം ചൂസ് ചെയ്തത് എന്നുള്ള കാര്യം എന്റെ മക്കൾപ്പം മനസ്സിലാവും. അപ്പൊ ആ ഒരു ചോദ്യം വന്നാലും ഉത്തരം എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ FPTP സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടത്തുന്ന ഒരു സിസ്റ്റമാണ്, ഒരു ഇലക്ഷൻ മെത്തേഡ് ആണ്, ഒരു ഡയറക്റ്റ് ഇലക്ഷൻ ആണ്. സോ ഇത് സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്, നോട്ട് ദ പോയൽ റിലേറ്റീവ് മെജോറിറ്റി സിസ്റ്റം എന്ന പേരിലും പ്ലൂറാലിറ്റി സിസ്റ്റം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. സോ ഈ FPTP സിസ്റ്റത്തിന് 3 പേര് വന്ന്, അപ്പൊ മക്കളെ ഈ 3 പേരും പഠിച്ചിട്ടില്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും, ഇപ്പൊ പ്ലൂറാലിറ്റി സിസ്റ്റത്തിനെ കുറിച്ച് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അയ്യോ മിസ് നമുക്ക് FPTP സിസ്റ്റേ പഠിപ്പിച്ചിട്ടുള്ളൂ, PR സിസ്റ്റേ പഠിച്ചിട്ടുള്ളൂ, പ്ലൂറാലിറ്റി സിസ്റ്റം മിസ് പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കേണ്ടി വരും അല്ലേ. അപ്പൊ എന്താ ചെയ്യണ്ടേ, മക്കള് പഠിച്ചു തന്നെയാണ്, പക്ഷെ അതിന് ഈ ഒരു പേരും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ വിട്ടുപോകരുത്. നമുക്കറിയാം ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുറവാണ്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ചോദിക്കുക. അപ്പൊ അതുകൂടെ പഠിച്ചു വെക്കേണ്ടല്ലേടാ. യെസ്. അപ്പൊ പ്ലൂറാലിറ്റി സിസ്റ്റം എന്നും അതേപോലെ റിലേറ്റീവ് മെജോറിറ്റി സിസ്റ്റം എന്നും സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാലോചിച്ച് വെക്കുക. ആൻഡ് എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് പറയുന്നത്, ഈസി ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ വോട്ടേഴ്സിന് അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള ആളുകളെ തിരഞ്ഞെടുക്കാൻ പറ്റും. അതേപോലെ ഇലക്ഷൻ ഓരോ നിയോജക മണ്ഡലങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കും ഇലക്ഷൻസ് നടക്കുക. ഒരു സിംഗിൾ മെമ്പർ കോൺസ്റ്റിറ്റ്യുൻസി, ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു വ്യക്തി എന്ന നിലയിലായിരിക്കും ഇലക്ഷൻ ഉണ്ടാവുക. അതേപോലെ ഓരോ നിയോജക മണ്ഡലം ചെറിയ ചെറിയ ടെറിട്ടറീസ് ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും. വോട്ട് ചെയ്യുന്നത് ആർക്കാണ്, കാൻഡിഡേറ്റിനായിരിക്കും നമ്മൾ വോട്ട് ചെയ്യുക. അതേപോലെ തന്നെ വിജയിക്കുന്ന കാൻഡിഡേറ്റിന് മെജോറിറ്റി സീറ്റ് എൻഷുർ ചെയ്യണം എന്നുള്ള നിർബന്ധമില്ല. അതേപോലെ പിന്നെ പറയുന്നത് വിന്നിംഗ് കാൻഡിഡേറ്റിന് മെജോറിറ്റി വോട്ട്സ് കിട്ടണമെന്ന് പറയുന്നില്ല. ഇത് UK-യിലും ഇന്ത്യയിലും നടക്കുന്ന ഒരു ഇലക്ഷൻ മെത്തേഡാണിത്. സോ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ഈ ഒരു കാര്യം പഠിച്ചതോടെ എന്തുകൊണ്ടാണ് ഇന്ത്യ FPTP സിസ്റ്റം ഫോളോ ചെയ്യുന്നുള്ള കാര്യം ചോദിച്ചാലും മക്കൾ ഈ ഒരു കാര്യം എഴുതിയാൽ മതി, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഫീച്ചേഴ്സ് അവിടെ കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളെ PR സിസ്റ്റം FPTP സിസ്റ്റത്തിലേക്ക് പോവുകയാണ്. നമ്മൾ PR സിസ്റ്റം എന്ന് വിളിക്കും. സോ ഇത് നമുക്കൊരു മൈനോറിറ്റി വിഭാഗത്തിന്റെ റെപ്രസെന്റേഷൻ ഉറപ്പുവരുത്താൻ പറ്റുന്നുണ്ട്. അപ്പൊ നോട്ട് ദ പോയിന്റ് ആലോചിക്കുക, പരീക്ഷയ്ക്ക് ഇത്തരത്തിൽ ചോദ്യം വരും. മൈനോറിറ്റി വിഭാഗത്തിന്റെ റെപ്രസെന്റേഷൻ ഉറപ്പുവരുത്തുന്ന സിസ്റ്റം ഏതാണ്, ആ സിസ്റ്റത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ പെടത്തില്ലേ? പക്ഷെ നമ്മൾ പെടത്തില്ല. എന്തുകൊണ്ടാണ്, നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞു മൈനോറിറ്റി വിഭാഗത്തിന്റെ റെപ്രസെന്റേഷൻ ഉറപ്പുവരുത്തുന്ന ഏതാണ്, PR സിസ്റ്റമാണ്. സെറ്റ് അല്ലേടാ? അതേപോലെ തന്നെ എല്ലാ കമ്മ്യൂണിറ്റീസിന്റെ അവരുടെ
മീൻസ് എത്രത്താണോ അവരുടെ സ്ട്രെങ്ത് അതിന് ആനുപാതികമായിട്ടുള്ള രീതിയിലുള്ള വോട്ടും കാര്യങ്ങളും നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കും. ദെൻ ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ് നമ്മൾ കാണാം. FPTP സിസ്റ്റത്തിൽ സിംഗിൾ മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിരുന്നു. അതേപോലെ ലാർജ് സൈസിൽ നമുക്ക് കാണാൻ പറ്റും കോൺസ്റ്റിറ്റ്യുവൻസീസ് നിയോജക മണ്ഡലങ്ങൾ. വോട്ട് ചെയ്യുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസിനായിരിക്കും. പിന്നെ പറയുന്നത് ഓരോ കാൻഡിഡേറ്റിനും അവരുടെ ആനുപാതിക രീതിയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രൊപ്പോർഷണൽ സ്ട്രെങ്ത്തിനനുസരിച്ച് വോട്ട് ചെയ്യാൻ പറ്റും. കാൻഡിഡേറ്റിന് വിജയിക്കുന്ന ആളുകൾ മെജോറിറ്റി വോട്ട് എന്തായാലും അവർക്ക് ലഭിച്ചിരിക്കണം. ഇസ്രായേൽ, നെതർലൻഡ്, അർജന്റീന, പോർച്ചുഗലൊക്കെ ഇതേ രീതിയിലാണ് നടക്കുക. അപ്പൊ അത് രണ്ടും നമ്മൾ സെറ്റ് ആക്കിയില്ലേ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. പാർലമെന്റിന്റെ ഫങ്ഷൻസ് അഥവാ ഡ്യൂട്ടീസ് എന്തൊക്കെയാന്ന് ചോദിക്കും. 8ഓളം ഡ്യൂട്ടീസ് ഉണ്ട്. അത് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്കത് നോക്കാം. നമ്മൾ ലെജിസ്ലേറ്റർ എന്നുള്ള പാഠത്തിലെ ചോദ്യമാണ്. ലെജിസ്ലേറ്റീവ് ഫംഗ്ഷനിൽ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആരാണ്? പാർലമെന്റ് ആണ്. മണി ബില്ല്, നോൺ മണി ബില്ലൊക്കെ പാർലമെന്റിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതേപോലെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള പണം സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിന് കൺസെന്റ് പാർലമെന്റിൽ നിന്നുണ്ടായിരിക്കണം. അത് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ. കൺട്രോളിംഗ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ പാർലമെന്റ്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇവരെയൊക്കെ പല രീതികളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യുന്നുണ്ട്. അടുത്തത് ഫിനാൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് നമുക്ക് നടത്തണമെങ്കിലും അതിന്റെ കൺസെന്റ് എവിടെ ഉണ്ടാവണം? പാർലമെന്റിന്റെ അപ്രൂവൽ നമുക്ക് ഉണ്ടായിരിക്കണം. പാർലമെന്റ് ആണ് നമ്മൾ ട്രഷറി എന്ന് നമുക്ക് പറയാം. അടുത്തത് ഡിബേറ്റീവ് ഫംഗ്ഷൻ. നമ്മുടെ രാജ്യത്തിനെ ബാധിക്കുന്ന എന്തൊരു കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാർലമെന്റിൽ നമുക്ക് ഫ്രീ ആയിട്ട് ആരെയും പേടി കൂടാതെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫംഗ്ഷനിലേക്കാണ് വരുന്നത്. പാർലമെന്റിൽ നമുക്കൊരു ഗവൺമെന്റിൽ നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ, അമെന്റ്മെന്റ് കൊണ്ടുവരണമെങ്കിൽ പാർലമെന്റിലെ 2 സഭകളും ലോക്സഭയും രാജ്യസഭയും അപ്രൂവ് ചെയ്തിരിക്കണം. അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫംഗ്ഷൻ. അടുത്തത് ഇലക്ടോറൽ ഫംഗ്ഷൻ. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇവരൊക്കെ ഇലക്ട് ചെയ്യുന്നത് ആരാണ്? പാർലമെന്റ് ആണ്. ആൻഡ് ജുഡീഷ്യൽ ഫംഗ്ഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പാർലമെന്റ്, വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ്, സുപ്രീം കോടതി ജഡ്ജി, ഹൈക്കോടതി ജഡ്ജി ഇവരെയൊക്കെ ഇവരെ ഏതെങ്കിലും തരത്തിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ കാര്യം വയലേറ്റ് ചെയ്താൽ റിമൂവ് ചെയ്യാനുള്ള ഡ്യൂട്ടി ആർക്കുണ്ട്? പാർലമെന്റിനുണ്ട്. ഇവരെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ ഇംപീച്ച്മെന്റ് എന്ന് പറയും. പ്രസിഡന്റൊക്കെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്. അടുത്ത റെപ്രസെന്റേറ്റീവ് ഫംഗ്ഷൻ. നമ്മളെ കൺട്രിയിലെ എല്ലാ ആളുകളെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ, ഒരു കാര്യം കൂടി ആര് ചെയ്യുന്നുണ്ട്? പാർലമെന്റ് ചെയ്യുന്നുണ്ട്. എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. സോ പാർലമെന്റ് 8 ഫംഗ്ഷൻസും 8 ഡ്യൂട്ടീസും നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. എങ്ങനെയാണ് ലോ ക്രിയേറ്റ് ചെയ്തത്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ ലോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്നാണ് നമ്മൾ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. മക്കളെ, ലോ ക്രിയേറ്റ് ചെയ്തത് 5 സ്റ്റേജുകളിലൂടെയാണ്. ഈ 5 സ്റ്റേജ് ലോക്സഭയിൽ മാത്രമല്ല രാജ്യസഭയിൽ 2 സഭകളിലും ഇതേ രീതിയിൽ നടക്കുന്നു. അപ്പൊ ഓരോന്ന് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് സ്റ്റേജ് ആൻഡ് ഫസ്റ്റ് റീഡിങ്ങിൽ എന്താ നടക്കുന്നത്? ഇവിടെ MP ഒരു സബ്ജക്റ്റ് അവതരിപ്പിക്കും. സെക്കൻഡ് സ്റ്റേജ് ആൻഡ് സെക്കൻഡ് റീഡിങ്ങിൽ ഈ അവതരിപ്പിച്ച ടോപ്പിക് ഒരു സബ്ജക്റ്റിൽ എന്തെങ്കിലും ഒരു ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് അതിന്റെ ഡിസ്കഷൻസും കാര്യങ്ങളും നടത്തും. ആൻഡ് തേർഡ് സ്റ്റേജ് അഥവാ കമ്മിറ്റി സ്റ്റേജ് എന്ന് പറയും. ഈ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്ത് എന്നിട്ടും അത് ആർക്കും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കമ്മിറ്റി ഫോം ചെയ്യും ഇതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി. അതാണ് തേർഡ് സ്റ്റേജ് അഥവാ കമ്മിറ്റി സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. ഫോർത്ത് സ്റ്റേജ് റിപ്പോർട്ട് സ്റ്റേജ് ആണ്. ഇവിടെ ആ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്ന സ്റ്റേജ് ആണ്. ആൻഡ് ഫിഫ്ത്ത് സ്റ്റേജ് അഥവാ തേർഡ് റീഡിംഗ് ഇവിടെ ആ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് എന്ത് ചെയ്യും? പ്രസന്റ് ചെയ്യും. ഇങ്ങനെ ഈ 5ഓളം രീതിയിൽ വരുന്ന ഈ പ്രോസസ്സ് ലോക്സഭയിലും രാജ്യസഭയിലും നടന്നിട്ടാണ് ഒരു ബില്ല് നിയമമായി മാറുന്നത്. അല്ലാതെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു നിയമം നിർമ്മിക്കാൻ പറ്റില്ല എന്ന കാര്യം മനസ്സിലാക്കാം. അടുത്ത നമ്മൾ ചോദ്യം വരുന്നത് നമ്മുടെ ജുഡീഷ്യറി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് സുപ്രീം കോടതിയെ കുറിച്ചിട്ടും അവരുടെ ഫംഗ്ഷൻസിനെ കുറിച്ചിട്ടും അവരുടെ പവർ എന്തൊക്കെയാണെന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ സുപ്രീം കോടതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് സുപ്രീം കോടതിയുടെ പേര് ഫെഡറൽ കോടതി എന്നായിരുന്നു 1935. പിന്നീട് 1950 ജനുവരി 28 സുപ്രീം കോടതി എന്ന് പറയുന്ന പേര് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവർ സുപ്രീം കോടതി ജഡ്ജി ആവാൻ നമുക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം? ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതേപോലെ തന്നെ ഹൈക്കോടതി 5 വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ
ഇനി സുപ്രീം കോടതിയുടെ പവർ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, പരീക്ഷയ്ക്ക് വരുന്നത്. ഇവർക്ക് 5ഓളം പവർ ഉണ്ട്. ഒറിജിനൽ ജുഡിസ്റ്റിക്കേഷൻ, അപ്പലേറ്റ് ജുഡിസ്റ്റിക്കേഷൻ, അഡ്വൈസറി ജുഡിസ്റ്റിക്കേഷൻ, റിട്ട് ജുഡിസ്റ്റിക്കേഷൻ, കോർട്ട് ഓഫ് റെക്കോർഡ്, ഇങ്ങനെയാണുള്ളത്. ഒറിജിനൽ ജുഡിസ്റ്റിക്കേഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ ഒരു കേസ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും എവിടെയായിരിക്കും? സുപ്രീം കോടതിയിൽ തന്നെയായിരിക്കും. അത് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേഷൻ ഒക്കെ വരുന്ന കേസുകൾ ഇവിടെയാണ് വരിക. ആൻഡ് അപ്ലൈ ജുറിസ്ഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സുപ്രീം കോടതിയിലല്ല, പക്ഷെ എൻഡ് ചെയ്യുന്നത് സുപ്രീം കോടതിയിലായിരിക്കും. കാരണം കീഴ്ക്കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നോ വരുന്ന കേസ് ട്രാൻസ്ഫർ ചെയ്ത് സുപ്രീം കോടതിയുടെ കയ്യിൽ എത്തുകയാണ് ചെയ്യുന്നത്. അടുത്തത് അഡ്വൈസറി ജുഡിസ്റ്റിക്കേഷൻ ആണ്. ഇവിടെ കേസും കാര്യങ്ങളൊന്നുമില്ല. ഒരു രാജ്യത്ത് ഒരു പുതിയൊരു നിയമം കൊണ്ടുവരുന്ന സമയത്ത് പ്രസിഡന്റ് അതിൽ ഒപ്പുവെച്ചാലേ ഒരു ബില്ല് നിയമമാവാം. അപ്പൊ ആ ഒരു ബില്ലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് പ്രസിഡന്റിന് ആരോട്? സുപ്രീം കോടതി ജഡ്ജിയോട് ചോദിക്കാൻ പറ്റും. ഒരു അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നത് ഉപദേശാധികാരം എന്ന് പറയും. ഉപദേശിക്കാനൊക്കെ പറ്റും. ഇത് വന്നാൽ ഇങ്ങനെ നന്നായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു നിയമം കൊണ്ട് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ളതാണ് അഡ്വൈസറി ജുഡിസ്റ്റിക്കേഷൻ. അടുത്തത് റിട്ട് ജുഡിസ്റ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്താൽ സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 പ്രകാരം അത് തിരിച്ചെടുത്ത് കൊടുക്കും. അതെങ്ങനെയാണ്? സുപ്രീം കോടതി കുറച്ച് റിട്ടുകൾ പുറപ്പെടുവിക്കും. 5 റിട്ടുകളാണ് നമുക്കുള്ളത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോവാറണ്ടോ, സെർഷ്യോറി, പ്രോഹിബിഷൻ. ഈ 5 റിട്ടുകളിലൂടെ അത് തിരിച്ചു പിടിച്ചു കൊടുക്കുന്നത്. ആൻഡ് കോർട്ട് ഓഫ് റെക്കോർഡ് മിസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തില്ല. കോർട്ട് ഓഫ് റെക്കോർഡിൽ പറയുന്നത് കോടതിയെ സംബന്ധിച്ച എല്ലാ റെക്കോർഡ്സും കാര്യങ്ങളും എവിടെ ഉണ്ടായിരിക്കും? കോടതിയിൽ ശേഖരിച്ചു വെക്കും. വൺസ് കോടതിയിൽ വന്നിട്ടുള്ള കേസുകളെല്ലാവരും അവർ റെക്കോർഡ് ചെയ്ത് വെക്കും. അത് പിന്നീട് നമുക്കത് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ ഫൈനൽ ചോദ്യമാണ്. നമ്മുടെ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ബേസിക് ഫീച്ചർ എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. 4 ഫീച്ചേഴ്സ് ആണുള്ളത്. ഡ്യുവൽ ഗവൺമെന്റ്, ഡിവിഷൻ ഓഫ് പവർ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഡ്യുവൽ ഗവൺമെന്റ് എന്താ നമുക്ക് നോക്കാം. ഇന്ത്യൻ പൊളിറ്റിക്സ് നമുക്കറിയാം, നമുക്ക് 2 ഗവൺമെന്റ് ഉണ്ട്. ഒന്ന് സെൻട്രലും ഒന്ന് സ്റ്റേറ്റും. സെൻട്രൽ ലെവലിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നാഷണൽ ഗവൺമെന്റ് നോക്കും. സ്റ്റേറ്റ് ലെവലിലെ കാര്യങ്ങളൊക്കെ ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും നോക്കുക. റീജിയണൽ ലെവലിലെ കാര്യങ്ങൾ. അതാണ് നമ്മൾ എന്ന് പറയുന്നത് ഈ ഡ്യുവൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അതേപോലെ അധികാരങ്ങൾ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 7ാമത്തെ ഷെഡ്യൂൾ കൃത്യമായിട്ട് നമുക്ക് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നാക്കിയിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റിൽ 97 വിഷയങ്ങളോളം വരുന്നു. അത് സെൻട്രലാണ് തീരുമാനമെടുക്കുക. ഡിഫൻസ്, ബാങ്കിങ്, ഫോറിൻ അഫയേഴ്സ് ഒക്കെ അതിൽ വരും. ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 66 വിഷയങ്ങളാണ്. അഗ്രികൾച്ചർ, പോലീസ്, പബ്ലിക് ഹെൽത്ത് ഒക്കെ, ലാൻഡ് ഒക്കെ ഇതിൽ വരും. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് തീരുമാനമെടുക്കും. കൺകറന്റ് ലിസ്റ്റിൽ 47 വിഷയങ്ങളാണ്. ഇത് സ്റ്റേറ്റും സെൻട്രലും കൂടിയാണ് എന്ത് ചെയ്യുന്നത്? തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ക്ലിയർ ആയില്ലേ മക്കളെ? സെറ്റ് ആയില്ലേ? അടുത്തത് റെസിഡ്യൂറി പവേഴ്സ് ആണ്. ഇതിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്ത വിഷയങ്ങൾ സൈബർ ലോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് നമ്മുടെ സെൻട്രൽ തന്നെയാണ് തീരുമാനമെടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 12-13 മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. മോഡൽ എക്സാം നമുക്ക് സെറ്റ് ആക്കണം, പവർ ആക്കണം. മോഡൽ എക്സാം നമ്മളെ പബ്ലിക് എക്സാമിന് മുന്നേ ഉള്ള ഒരു എന്താണ് നമ്മള് കലാശക്കൊട്ടായിട്ട് കാണാം. അതിനുശേഷം കലാശക്കൊട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണല്ലോ കേട്ടോ. ഓക്കെ, കലാശക്കൊട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ്. അല്ല, നമ്മൾ പബ്ലിക് എക്സാമിന് മുന്നോടിയായിട്ടുള്ള ഒരു വെടിക്കെട്ടായിട്ട് കാണാം. അപ്പൊ നമ്മളിതാ ഉത്സവം നടക്കാൻ പോവാണ്. അതിന്റെ മുന്നുള്ള ഒരു വെടിക്കെട്ടായിട്ട് എന്ത് കാണുക? നമ്മുടെ മോഡൽ എക്സാം കാണുക. ആൻഡ് നമ്മുടെ ഉത്സവമാണ്, നമ്മുടെ സെലിബ്രേഷൻ ആണ് നമ്മുടെ മോഡൽ എക്സാം കഴിഞ്ഞിട്ടുള്ള പബ്ലിക് എക്സാം. അപ്പൊ ആ സെലിബ്രേഷന്റെ മുന്നേ ഉള്ള ഒരു വെടിക്കെട്ട് മാത്രമാണ്. അത് അടിപൊളിയാക്കിയിട്ട് എന്ന് പറഞ്ഞ് പൊട്ടണം എന്ന് പറഞ്ഞാല് 8 നില പൊട്ടണം എന്നല്ല പറഞ്ഞത്. അത് ആഘോഷാക്കി വെടിക്കെട്ടാക്കിയിട്ട് എല്ലാരും കേൾക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളെ വിജയം ഉണ്ടാക്കണം. മോഡൽ എക്സാം നമുക്ക് കിണ്ണം കാച്ചണം, അടിപൊളിയാക്കണം. അപ്പൊ എന്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും എല്ലാ മക്കൾക്കും ഒരു ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ നമുക്ക് ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടെ മക്കള് കാണാൻ മറക്കരുത്. ഓക്കെ, ഇന്നും നാളേക്ക് ആയിട്ട് ബൂസ്റ്ററും മോഡലും മാരത്തോണും 20 പാഠങ്ങൾ നമ്മൾ 2 മണിക്കൂർ കൊണ്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. അതിലൊക്കെ എന്റെ മക്കൾ ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് നമ്മളെ മോഡൽ എക്സാമിനെ വരവേൽക്കാം. സോ തൽക്കാലത്തേക്ക് നമ്മുടെ ഇന്നത്തെ കോണ്ടന്റ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ദാറ്റ്സ് ലവ് ഇറ്റ്സ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.